ഓപ്പൺ നോമിനേഷൻ ചെയ്യാനായി എല്ലാവരും വന്ന് ലിവിങ് റൂമിലിരിക്കാൻ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. എല്ലാ കണ്ടസ്റ്റൻറ്റുകളും വന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ അനീഷ് മാത്രം വന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഞാനിവിടെ ഇരിക്കത്തില്ല, കാരണം എനിക്ക് നോമിനേഷൻ പവറില്ല, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല, ഇതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് അനീഷ് പറയുന്നു. അനീഷ് പറയാണ്, എനിക്ക് ഈ സീസൺ മൊത്തത്തിൽ നിങ്ങളെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ്, വേറൊന്നും വിചാരിക്കേണ്ട, എനിക്ക് നോമിനേഷൻ പവറില്ല, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രഹസനം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും കൂടി കരുതി കൂട്ടി എന്നെ മാന്യമായിട്ട് ഒഴിവാക്കി, അതുകൊണ്ട് ക്യാപ്റ്റനോട് ഞാൻ മര്യാദപൂർവ്വം പറയുകയാണ്, എനിക്ക് ഈ പ്രഹസനം കണ്ടുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസിനെ എതിർക്കുകയാണോ, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് എന്തോ പറയുന്നുണ്ടോ, ഒന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കുക ചേട്ടാ, എന്തോ ചേട്ടൻ ഈ കാണിക്കുന്നതൊക്കെ. ഈ സീസൺ മൊത്തത്തിൽ എനിക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം നിങ്ങളെല്ലാവരും കൂടെ കരുതി കൂട്ടി ചെയ്ത പണിയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ഈ പ്രഹസനം കാണേണ്ടുന്ന കാര്യമില്ലെന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരുടെ എടുത്ത തീരുമാനമല്ല, വൈൽഡ് കാർഡ് എടുത്ത തീരുമാനമാണ്, എല്ലാവരെയും കൂടി പറയേണ്ട ആവശ്യമില്ല. അപ്പം ബിഗ് ബോസ് എന്തോ അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് അനുമോൾ എപ്പോഴേ പറയുകയാണ്. ചേട്ടാ ഒന്ന് ശ്രദ്ധിക്കുക, ബിഗ് ബോസ് എന്തോ അനൗൺസ് ചെയ്യുന്നു, ചേട്ടൻ ഒന്ന് പറയുന്നൊന്ന് കേൾക്ക് ചേട്ടാ. അത്രയും പറഞ്ഞിട്ടും അനീഷ് കേൾക്കാഞ്ഞപ്പം അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്തുവാ ഇങ്ങനെ, എനിക്ക് റോളില്ലാത്തടത്ത് ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചോട്ട് അനീഷ് വീണ്ടും സംസാരിക്കുകയാണ്. ഒരു വേർഡ് തന്നെ 10 പ്രാവശ്യം പറയുന്ന ഒരു ടെൻഡൻസിയാണ് അനീഷിനുള്ളത്. അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് നിങ്ങൾ ഈ വീടിൻ്റെ ഒരു ഭാഗമാണ്, നോമിനേഷൻ പവർ ഇല്ലെങ്കിലും അനീഷ് സോഫയിലിരിക്കുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനീഷും അക്ബറൂടി പറയാണ്, കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം കഴിഞ്ഞ് എല്ലാം ക്യാമറയ്ക്കകത്ത് വന്ന് കാണും, ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുക എന്ന് ആര്യം പറയുന്നു. എൻ്റെ വായ എത്ര മൂടിക്കെട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും എന്നും അനീഷ് പറയുന്നുണ്ട്. എന്തൊക്കെ ചതിപ്രയോഗങ്ങൾ നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കും, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ലെന്നും അനീഷ് കടുപ്പിച്ച് പറയുന്നു.